ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ട ആ ദിനത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിനത്തിൽ കർത്താവായ യേശു കർത്താവ് ഭൂമിയിൽ അവർക്ക് നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് ചെയ്യണമെന്ന് കൽപ്പിച്ച ഒരു വലിയ കൽപ്പനയാണ് കുർബാന, തിരുവത്താഴം, ദിവ്യബലി. അപ്പോൾ ആ വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിൻ്റെ അടിസ്ഥാനമാണ് ഈ ദിവസം ചിന്തിക്കുമ്പോൾ. നമ്മൾ അതിനെ എത്രമാത്രം ഉൾക്കൊണ്ടാണ് അത് ചെയ്യുകയും സ്വീകരിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് 11 മുതൽ ഉള്ള വാക്യങ്ങൾ, അതിൻ്റെ 16 വരെയുള്ള വാക്യങ്ങളിൽ കാണുമ്പോൾ ആ മഹത്വം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇന്നത്തെ ദിവസം പ്രഭാതം മുതൽ പ്രദോഷം വരെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുർബാന നടക്കുന്ന ദിനമാണിന്ന്. അപ്പോൾ ഈ കുർബാന നടക്കുന്ന ഈ ദിനത്തിൽ വലിയ അനുഗ്രഹത്തിൻ്റെ ദിനമാണിത്. ഈ അനുഗ്രഹത്തിൻ്റെ ദിനത്തിൽ ഓർക്കേണ്ട കാര്യം, നമ്മൾ ഈ ലിസ്റ്റിൽ വല്ലതും ഉണ്ടോ എന്നൊന്ന് ഓർക്കുക. യൂദയുടെ ലേഖനം 11 വാക്യം മുതൽ അവർ കയ്യോ കഷ്ടം, അവർ കൈയിൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കുതിച്ച് ബിലിയാവിൻ്റെ വഞ്ചനയിൽ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് നാശയോഗ്യരായിത്തീരരുത്. 12 വാക്യത്തിൽ ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടുരി ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ, യാതൊരു പ്രയോജനമില്ലാത്ത വ്യക്തി ജീവിതങ്ങളാണ് നമ്മളെങ്കിൽ, ആർക്കും ഒരു പ്രയോജനമില്ലാത്ത, കർത്താവിനും സുവിശേഷത്തിനും സാധുക്കൾക്കും സമൂഹത്തിനും പ്രയോജനമില്ലാത്തവരാണെങ്കിൽ ഈ പെസഹായിലൂടെ നമ്മൾക്കത് വീണ്ടെടുക്കുവാൻ സാധിക്കട്ടെ. 13 വാക്യത്തിൽ തങ്ങളുടെ നാണക്കേട് നിരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ, സദാകാലത്തേക്കും അന്തതം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ. ഞാൻ മുമ്പേ നേരത്തെ ഓർപ്പിച്ചിരുന്നല്ലോ, വീണുപോയ ദൂതന്മാർ, വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ ആ കൂട്ടത്തിലാണോ എന്ന് സ്വയമായി ചിന്തിക്കുവാൻ. ആദാം മുതൽ 7ാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളിൽ നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ദൈവീയമായിട്ടുള്ള വിശ്വാസത്തിൽ ഉള്ള അനുഭവം കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെപ്പറ്റി കാണുമ്പോൾ 16 വാക്യത്തിൽ അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന അവരുടെ വായ വമ്പ് പറയുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. അപ്പോൾ എങ്ങനെയുള്ള ഒരു കൂട്ടരെയാണ് ഈ കൂട്ടത്തിൽ? നമ്മളേത് രീതിയിലാണ് നമ്മളെ തന്നെ തീറ്റുവാൻ ഉപജീവനത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന, യാതൊരു സാക്ഷ്യവുമില്ലാതെ നമ്മുടെ ചെറുതും വലുതുമായുള്ള കാര്യങ്ങളിൽ രഹസ്യത്തിൽ കാണുന്ന കർത്താവ് പ്രതിഫലം തരുമെങ്കിൽ നമ്മുടെ രഹസ്യത്തിലുള്ള ഓരോ ജീവിതചര്യകളും അനുഗ്രഹമായി തീരുവാൻ ഈ അനുഗ്രഹീതമായിട്ടുള്ള ഈ മോണ്ടി തേഴ്സ്ഡേ, പെസഹ വ്യാഴമെന്ന് ലോകം മുഴുവൻ വിശേഷിപ്പിക്കുന്ന എല്ലാ ദേവാലയങ്ങളും കർത്താവിൻ്റെ അത്താഴം ആചരിക്കപ്പെടുന്ന ഈ ദിനത്തിൽ ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ, ഇത് കാണുന്ന നിങ്ങളേവരുടെ മേലും, ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്കൊരു കുർബാന സ്വീകരിക്കുവാൻ നിങ്ങൾക്കിന്ന് സാധ്യമാകുന്നില്ല, നിങ്ങളുടെ ഭവനത്തിൽ എത്തുവാൻ സാധ്യമാകാത്ത അനുഭവത്തിലാണെങ്കിൽ ആ കുർബാനയുടെ ശക്തിയിൽ, പവറിൽ കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും നിങ്ങളുടെ ഭവനത്തിലായിരിക്കുവാൻ സാധിക്കേണ്ടതിന് നമ്മളെ തന്നെ കർത്താവിൻ്റെ ശരീരത്തോട് കർത്താവിൻ്റെ രക്തത്തോട് അനുഭവപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഈ വചനം കാണുന്ന കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പെസഹ വ്യാഴം ഞങ്ങളെ തന്നെ ഒന്ന് സ്വയം ശോധന ചെയ്ത് കർത്താവിൻ്റെ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മകൾ ഞങ്ങൾ കൊണ്ടാടുമ്പോൾ ഇസ്രായേൽ മക്കളെയും ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിച്ച ആ ദിനത്തിൻ്റെ ഓർമ്മകൾ, കർത്താവെ, ആ മാളിക മുറിയിൽ ഉണ്ടായിരുന്ന അതേ ഓർമ്മയിൽ കർത്താവെ കാല് കഴുകി അതിനുവേണ്ടി പുറപ്പെടുന്ന യേശുവിനോടുള്ള താതാത്മ്യം പ്രാപിക്കുവാൻ, ആ കാല് കഴുകൽ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ. ഞങ്ങളുടെ കർത്താവെ, സത്യസന്ധതയും കഠിനാധ്വാനവും വിനയവും വിശുദ്ധിയും ദൈവകൃപയാരോഗ്യവും മറ്റുള്ളവർക്ക് വേണ്ടി നൽകപ്പെടുവാൻ
ആ വലിയ ശത്രുവിൻ്റെ കാല് കഴുകാൻ തയ്യാറായ യേശുവിൻ്റെ ആ മനോഭാവം ഞങ്ങൾക്കുണ്ടാകുവാൻ സഹായിക്കണമേ. അങ്ങനെ ഈ ദിനത്തെ അനുഗ്രഹമാക്കി ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും രൂപാന്തരത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.